ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ ആവശ്യമാണ്: അറിവും ആത്മവിശ്വാസവും. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതെയാക്കുന്നു. ദേഷ്യം ദുർബലതയാണ്, ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്ന് പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടിവരില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്തും നേടാനുള്ള ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട്. പരിധി എന്നൊന്നില്ലാത്തതുപോലെ മുന്നോട്ടു പോവുക. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. മറ്റാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ എത്തുവാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. ഒരിക്കലും സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കുകയോ സ്വയം സഹതപിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കർക്കശനായ യജമാനൻ ആയിരിക്കുക. അതോടൊപ്പം എല്ലാവരോടും സൗമ്യനായിരിക്കുക. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. മനുഷ്യൻ പണം ഉണ്ടാക്കാനായി ആരോഗ്യം ത്യജിക്കുന്നു. തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാനായി പണം ത്യജിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം ഇന്നത്തെ ദിവസം ആസ്വദിക്കുന്നില്ല. ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നമുക്ക് എതിരെയുള്ള ആയുധങ്ങളായി മാറും. പിൻവാങ്ങുവാൻ പോലും സാധ്യമാകാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും. നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാളത്തെ ജീവിതം നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. നിങ്ങൾ സൗഹൃദത്തിൽ ആണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് സൗഹൃദത്തിൽ ആയിരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും.